ഹലോ ഗായ്സ്, അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോകുന്ന വഴിയിൽ അമ്മു അനന്തും കൂടെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോഴേക്കും അച്ഛനും അമ്മയും ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവിടെ എത്തിയതിന് ശേഷം പിന്നെ അച്ഛൻ്റെ അമ്മേൻ്റെ വകയുള്ള അമ്മുവിനുള്ള ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് സമയം സംസാരിച്ചൊക്കെ ഇരുന്നു. ഏകദേശം ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും തന്നെ. പിന്നെ ഇതൊക്കെയായിരുന്നു അമ്മുവിന് അനന്തുവിൻ്റെ വകയുള്ള ഗിഫ്റ്റ്. അതേപോലെ തന്നെ അമ്മുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഫസീലൻ്റെ വകയുള്ള ഗിഫ്റ്റാണിത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ബീച്ചിൽ എത്തുമ്പോഴേക്കും. അപ്പോഴും ഭയങ്കര തിരക്കായിരുന്നു ബീച്ചിൽ. അത് തന്നെയാണ് കോഴിക്കോട് ബീച്ചിന്റെ പ്രത്യേകതയും. ഇപ്പോഴും നല്ല ലൈവ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഞങ്ങളാണെങ്കിൽ വന്നിരുന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിലായിരുന്നു. അവിടെയാണെങ്കിൽ കുട്ടികൾ വന്നിട്ട് കുറെ വെറൈറ്റി ടോയ്സ് ഒക്കെ വാങ്ങി പോകുന്നുണ്ടു. അപ്പൊ നമുക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഓരോന്ന് വാങ്ങാനും ട്രൈ ചെയ്യാനൊക്കെ. ആ ചേട്ടനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും. അങ്ങനെ അവിടുന്ന് ഒരു ബബിളും വാങ്ങി. ബീച്ചിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായയിലേക്ക് വന്നു. അപ്പോഴേക്കും അനന്തുവിന് പോണ ടൈമും ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ